ഹായ് ഓൾ, ഡോക്ടർ നിയാസ് ആണ് ഡോപ്പേന്ന്. നീറ്റ് ടിപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും എപ്പോഴും പരാതിയുള്ള കൺഫ്യൂഷനുള്ള കാര്യമാണ്, എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ഇമ്പ്രൂവ് ചെയ്തു പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള കാര്യമാണ്. സോ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും സ്ഥിരം എടുക്കുന്ന എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ജിമ്മിൽ ഒരാൾ പോകുന്നത്, അത്യാവശ്യം നല്ല മസിലുള്ള ഒരാൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും മസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് 10 kg ആണ് എടുക്കാൻ പറ്റുന്നതെങ്കിൽ അയാൾ 5 kg ഉള്ള ഡംബൽ എടുത്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും മസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മേ ബി അതേപോലെ ഇരിക്കും, അല്ലെങ്കിൽ ഉള്ളതിനേക്കാളും താഴേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 10 kg എടുക്കാൻ പറ്റുന്ന ആൾ 10 kg അല്ലെങ്കിൽ 11 kg ഉള്ള ഡംബൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയാം. സെയിം കാര്യം തന്നെ നമ്മളെ പഠനത്തിലേക്ക് എടുത്തു നോക്കാം. നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ആൾ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടി. ആ സ്കോറിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 100% എഫിക്കസി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റുന്നത്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്ന് പരാതി പറയുന്ന എല്ലാ സ്റ്റുഡൻസും നിങ്ങളൊന്ന് സ്വന്തമായി ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എഫിക്കസിൻ്റെ 100% കൺസിസ്റ്റൻ്റായി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് കറൻറ്റ് സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് എത്തുക. ഒരിക്കലും നമ്മൾ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ 100% ഇത്ര ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 100% ഇത്ര ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ 100% ഇമ്പ്രൂവ് ചെയ്ത് വരും. ആ ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ചുള്ള വർക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത്. കുട്ടികൾ എപ്പോഴും കൺഫ്യൂസ് ആയി നിൽക്കുന്നത്, ഞാൻ തുടങ്ങിയപ്പോൾ എടുത്തിരിക്കുന്ന 100% ഇട്ടുകൊണ്ടാണോ ഞാൻ പോകേണ്ടത് എന്നുള്ളതാണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളെ എഫിക്കസി, നിങ്ങളെ സ്ട്രെങ്ത്ത് കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പറഞ്ഞതുപോലെ നമ്മളെ മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് വീണ്ടും കൂടണം എന്നുണ്ടെങ്കിൽ 720 ഇപ്പോൾ 550 600 സ്കോർ ചെയ്തിട്ട് പിന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള വീണ്ടും ഹയർ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡായി സ്റ്റക്കായിട്ടിരിക്കേണ്ട. നിങ്ങളെ വർക്ക് 100% എഫിക്കസിയിൽ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ആ ഇമ്പ്രൂവ്മെൻറ്റ് ഫർദറായിട്ട് വരാത്തത്. കൺസിസ്റ്റൻ്റായി 100% വർക്ക് ഇടുക, വീണ്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാണ്. ഇതേപോലെ നീറ്റ് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അൺസോൾവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഡിസ്കഷനായിട്ട് നമുക്ക് വരാവുന്നതാണ്. താങ്ക് യു.